Hello guys, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫിനിക്സിൽ നിന്ന് പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി ഇനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 എന്ന സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒപ്പം പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 82.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. 20:9 എന്നൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നുമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുള്ളത്. കാരണം പ്ലാസ്റ്റിക് ബോഡിയും ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Helio A25 എന്നൊരു ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് XOS 6 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB RAM, 3GB RAM എന്നീ വേരിയൻസിലൊക്കെ അവൈലബിൾ ആണ്. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ 2 സിം കാർഡ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 16 മെഗാ പിക്സലാണ് മെയിൻ സെൻസർ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രിപ്പിൾ LED ഫ്ലാഷും ഒപ്പം ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ കാണാം. അതുപോലെ തന്നെ സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് 8 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയുടെ അകത്ത് തന്നെയാണ് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ബാറ്ററി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുള്ളത്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. കാരണം 10000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോണൊന്നും നമ്മൾ Type-C പോർട്ട് എക്സ്പെക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഫ്യൂഡ് സയൽ, വയലറ്റ്, ഓഷ്യൻ വേവ് എന്നീ 4 കളേഴ്സിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് April 17 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 7999 രൂപയാണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8ൽ നിന്ന് 9ലേക്ക് വരുമ്പോൾ കുറച്ച് അപ്ഗ്രേഡിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരുന്നു ഹോട്ട് 8ൽ നമുക്ക് ലഭിച്ചിരുന്നത്. അത് മാറ്റി പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലായാലും നമുക്ക് MediaTek Helio A22 ആയിരുന്നു നമുക്ക് ഹോട്ട് 8ൽ ലഭിച്ചിരുന്നത്. അത് മാറ്റി MediaTek Helio A25 എന്നൊരു ചിപ്സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഹോട്ട് 8ൽ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ ആയിരുന്നു വന്നിരുന്നത്. അത് മാറ്റി നമുക്ക് ഹോട്ട് 9ൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയും അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.